Hello my dear friends, welcome to our channel. Today we are going to start our new class for beginners. Yes, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ബേസിക് ക്ലാസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ റിസ്കി ജോബ് അല്ലേ. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇംഗ്ലീഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ചില ഗ്രാമർ ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം നമ്മുടെ ക്ലാസ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കുവാനും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. Okay my dear friends, don't waste our time, let's get started. I think you all are ready for our class. Yes, we know a lot of words. എന്താണ്, നമുക്ക് ഒരുപാട് വാക്കുകൾ അറിയാം. ഈ വാക്കുകളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് വാക്യങ്ങൾ അഥവാ സെൻറ്റൻസുകളായിട്ട് മാറുന്നത്. ഈ സെൻറ്റൻസുകളെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ, ഈ വാക്കുകളെ കൂട്ടിച്ചേർത്ത് സെൻറ്റൻസുകളാക്കി മാറ്റുമ്പോൾ അതിന് പൂർണ്ണമായൊരു അർത്ഥം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഈ സെൻറ്റൻസുകളെ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഈസിലി. നമുക്കും എന്താണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. ഈ സെൻറ്റൻസുകളെ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് അതിലോട്ട് കിടക്കാം. എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സബ്ജക്റ്റ് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്നാൽ ഒരു വ്യക്തിയാവാം, ഒരു വസ്തുവാവാം, ഒരു ജീവിയാവാം, ഒരു സ്റ്റേറ്റ് ആവാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവാം ആൻഡ് സോ ഓൺ. ഈ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ട് കാണും സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ്. ഓക്കെ, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ എന്നുള്ളത് സിംഗിൾ എന്നതിനെ വിശേഷിപ്പിക്കുന്നു. നാം പറയുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒന്നിനെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവൻ, അവൾ, കുട്ടി, ഒരു ബുക്ക്, അത്, ഇത് എന്നുള്ളതെല്ലാം എന്താണ്, സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ്? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഒന്നിൽ കൂടുതൽ വ്യക്തിയെയോ ജീവിയെയോ വസ്തുവിനെയോ ആണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? യെസ്, ടേക്ക് വൺ നോട്ട്ബുക്ക് ആൻഡ് പെൻ ഫോർ നോട്ടിംഗ് ദ പോയിന്റ്. ഇറ്റ് ഹെൽപ്പ് ഫോർ യുവർ ഫ്യൂച്ചർ ടു. ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റിൻ്റെയും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെയും എക്സാമ്പിൾസ് എഴുതാം. ആർ യു റെഡി? യെസ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് എന്നാൽ ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ് ഓർ ദാറ്റ്, ഇത് അല്ലെങ്കിൽ അത്. എ ബുക്ക്, എ ചൈൽഡ്, ഒരു കുട്ടി, എ ബുക്ക്, ഒരു ബുക്ക്. മൈ ഫാദർ അല്ലേ, മൈ ഫ്രണ്ട്, മൈ പാരൻറ്റ് എല്ലാം ഒന്നിനെയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ബഡികളും. ഫോർ എക്സാമ്പിൾ, എവരിബഡി, നോബഡി, സംബഡി എന്നുള്ള എല്ലാ ബഡികളും ഏതിലാണ് വരുന്നത്? സിംഗുലർ സബ്ജക്റ്റിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, നെയിം. ഒറ്റ നെയിമാണ്. ഫോർ ഇഷാൻ, ഇഷൽ, ലൈക്ക് ദാറ്റ് നെയിമുകളാണ് വരുന്നതെങ്കിൽ അതും എന്താണ്, സിംഗുലർ സബ്ജക്റ്റിൽ ഉൾപ്പെടുന്നു. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. യു, നീ, നിങ്ങൾ, ദേ, അവർ അല്ലെങ്കിൽ അവകൾ, വി, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഐ. ഇപ്പോൾ നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഐ എന്നുള്ളത് ഒന്നിനെയാണ്, ഞാൻ എന്നാണ് ഒന്നിനെയല്ലേ വിശേഷിപ്പിക്കുന്നതെന്ന്. ഇതാണ് റൂൾ ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ നിയമപ്രകാരം ഐ എന്നുള്ളത് ഏതാണ്, പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഐക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സബ്ജക്റ്റാണ് ഐ. നമ്മളത് വഴിയെ പഠിക്കും. ഐ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റാണ്. നെക്സ്റ്റ് വൺ, ചിൽഡ്രൻ, കുട്ടികൾ. മൈ പാരൻറ്റ്സ്, രണ്ടുപേരുണ്ട്. ഓക്കെ, മൈ ഫ്രണ്ട്സ്, ബുക്സ്, ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, അല്ലെങ്കിൽ മൈ ചൈൽഡ്, എൻ്റെ കുട്ടി. മൈ ചൈൽഡ് ഈസ് പ്ലേയിങ് ദർ, എൻ്റെ കുട്ടി എന്താണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ചിൽഡ്രൻ എന്ന് പറയുമ്പോഴാണ് കുട്ടികൾ.
ഓക്കെ, ഒരിക്കലും കുട്ടികൾ എന്നതിനെ ചിൽഡ്രൻസ് എന്ന് പറയരുത്. ചിൽഡ്രൻസ് എന്നാൽ കുട്ടികളുടെ എന്നാണ് അർത്ഥം വരുന്നത്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് വെർബ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇങ്ങനെ സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ വി ക്യാൻ മേക്ക് സെൻറ്റൻസ് ഈസിലി. നമുക്ക് എന്താണ് ഈസി ആയിട്ട് സെൻറ്റൻസുകളെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഈസിയായി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനും സാധിക്കും. I think you understood very well. If you have any doubts regarding our video, please comments in our comments box. I will touch you. Okay, thank you for hearing me. Take care. Bye bye.